ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ്. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിലെടുത്ത് ഒരു കോട്ട് വൈറ്റ് അക്രലിക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കോട്ടും കൂടെ വൈറ്റ് അക്രലിക് പെയിൻറ്റ് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ബോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ ഏതെങ്കിലും അടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 2 കോട്ട് പെയിൻ്റാണ് ഇപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡെക്കോപ്പേഷ്യ ടിഷ്യൂ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഡെക്കോപ്പേഷ്യൻ്റെ ടിഷ്യൂ പാക്കിൽ 2 തീംസ് വരുന്നുണ്ട്. ഒന്ന് കപ്പ് കേക്ക്സിൻ്റെതും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു തീമിലുള്ള ടിഷ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ബോട്ടിലിൽ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇമേജസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഡെക്കോപ്പേഷ്യ ടിഷ്യൂ എപ്പോഴും നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കില്ല. അതിന് പകരമായിട്ട് നോർമൽ വെള്ളത്തിൽ നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഇതുപോലത്തെ ടിഷ്യൂ 2 or 3 ലെയർ ആയിട്ടാണ് ഉണ്ടാവാറ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ലെയറുകൾ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ആ ടിഷ്യൂം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ലെറ്റേഴ്സ് ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒട്ടിക്കണം എന്നുള്ളതുകൊണ്ട് ഓരോ പീസായിട്ട് സിസർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ ഓരോ ലെറ്റേഴ്സിൻ്റെ ഇടയിലും സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചെടുക്കുമ്പോൾ ആ ലെറ്റേഴ്സ് എല്ലാം നനഞ്ഞ് അപ്പോൾ നമുക്ക് കറക്റ്റ് ക്ലീൻ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സിസർ കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ കേക്ക്സിൻ്റെ ഇമേജസ് കട്ട് ചെയ്തെടുത്തതിൻ്റെയൊക്കെ ബാക്കിലെ ലെയർ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ബോട്ടിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡെക്കോപ്പേഷ്യ ടിഷ്യൂ ഒട്ടിക്കാനായിട്ട് വരുന്ന മോഡ് പോഡ്ജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഹോം മെയ്ഡ് മോഡ് പോഡ്ജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2:1 റേഷ്യോയിൽ നോർമൽ വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ കുറേ ബോട്ടിലായിട്ട് ഡെക്കോപ്പേഷ്യ ടിഷ്യൂ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ എങ്ങനെയാണ് ഹോം മെയ്ഡ് മോഡ് പോഡ്ജ് ഗ്ലൂ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ കൈകൊണ്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ടോ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ എയർ ബബിൾസോ റിങ്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലെറ്റേഴ്സും കൂടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ലെറ്റേഴ്സ് ഒട്ടിക്കുന്നത് ഞാൻ ഒരേ സ്ഥലത്തൊന്നല്ല, പല സ്ഥലത്തായിട്ട് ലെറ്റേഴ്സുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ 1-2 ഫോട്ടോസ്, അതുപോലെ തന്നെ അവരുടെ നെയിമിൻ്റെയൊക്കെ ലെറ്റേഴ്സ്, ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും ബോട്ടിൽ കാണാൻ. അപ്പോൾ ഞാൻ ആ ലെറ്റേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിക്ചേഴ്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ ആ ലെറ്ററിൻ്റെ മുകളിലൊക്കെ ഒരു കോട്ടും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ കളർ ആകെ സ്പ്രെഡാവും. ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ബോട്ടിൽ ഒന്നുകൂടി ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അക്രലിക് പെയിൻറ്റുകൾ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ബഡ്സ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഉപയോഗിക്കാം. പല കളേഴ്സും വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഇന്ത്യൻ ടൈം 4 PM,
UAE ടൈം 2:30ക്കാണ്. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചാനലിൽ വന്നിട്ട് നോക്കിയാൽ മതി. 4 മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെറിയ ഡോട്ട്സും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പല കളേഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിക്ചർ വാർണിഷാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന, ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടാണിത്. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ബോട്ടിൽ ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് വാട്സപ്പ് വഴി എനിക്ക് പിക്സൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കുക. അയച്ചു തരുന്ന പിക്ചേഴ്സൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.